തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിയെ തുടർന്നുള്ള വിലയിരുത്തലുകളിലേക്കും വിമർശനങ്ങളിലേക്കുമൊക്കെ CPIM കടന്നിട്ടുണ്ട്. തമ്പ്രാക്കന്മാർ പറയും, അടിയാന്മാർ അനുസരിക്കണം എന്നതാണ് CPIM സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടെന്നാണ് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയർന്നത്. ഭൂമാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ള TI മധുസൂദനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായി എന്നും തൃക്കരിപ്പൂരിലെ തോൽവിക്കും ഇത് കാരണമായി എന്നുമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. മഞ്ചേശ്വരത്ത് തന്നെ നിർത്തി ചതിച്ചു എന്നാണ് CPIM സ്ഥാനാർത്ഥി ജയാനന്ദ പറഞ്ഞത്. 20,000-ഓളം പാർട്ടി വോട്ടുകൾ ലീഗിന് ചോർന്നത് പാർട്ടി കേന്ദ്രങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എന്ന് ജയാനന്ദ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ആരോപിച്ചതായാണ് വിവരം. KV ബൈജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, ഇതിപ്പോൾ വലിയ വിമർശനമാണ് യോഗങ്ങളിൽ ഉയരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്? ഏത് തരത്തിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്? അഭിലാഷേ, സംസ്ഥാന തലത്തിൽ തന്നെ വലിയ തോതിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ചും പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും ഉയരുമ്പോൾ കാസർഗോഡ് അതിനെല്ലാം വ്യത്യസ്തമായി പ്രത്യേകിച്ച് മഞ്ചേശ്വരം നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ തോതിൽ ചർച്ചയായ ഒരു മണ്ഡലമാണ്. ഈ മഞ്ചേശ്വരത്ത് KR ജയാനന്ദ എന്ന സ്ഥാനാർത്ഥി, CPIMന്റെ സ്ഥാനാർത്ഥി, ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പറഞ്ഞത് തന്നെ രക്തസാക്ഷിയാക്കിയെന്നാണ്. മാത്രമല്ല 20,000-ഓളം CPIM വോട്ടുകൾ മറിഞ്ഞതിൽ ഇടപെടലുണ്ടായി എന്ന ഗുരുതരമായ ഒരു ആരോപണവും അദ്ദേഹം ഈ സെക്രട്ടേറിയറ്റിൽ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം ഉദുമയിൽ നിന്നുള്ള അംഗങ്ങളാണ് വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. അതായത് തമ്പ്രാക്കന്മാർ പറയും, അത് അടിയാന്മാർ അനുസരിക്കണം എന്നതാണ് ഇപ്പോഴത്തെ നിലപാട്. അത് പിണറായി വിജയനായാലും അതുപോലെ തന്നെ MV ഗോവിന്ദനെയും ലക്ഷ്യമിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രയോഗം ഇവർ നടത്തിയത്. അതോടൊപ്പം തൃക്കരിപ്പൂരിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം ഉയർന്നത്. ഈ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഭൂമാഫിയയുമായി ബന്ധമുള്ള മധുസൂദനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് തൃക്കരിപ്പൂരിലും തിരിച്ചടിയായെന്നാണ് തൃക്കരിപ്പൂരിൽ നിന്നുള്ള അംഗങ്ങൾ വ്യക്തമാക്കിയത്. അങ്ങനെ വലിയ തോതിൽ വിമർശനം ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായി. ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി നടക്കുകയാണ്. ഇന്നും നാളെയുമാണ് ജില്ലാ കമ്മിറ്റിയിലും ഇന്ന് വലിയ തോതിലുള്ള വിമർശനം ഉയരുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയം കഴിഞ്ഞാൽ മാത്രമേ ഈ ജില്ലാ കമ്മിറ്റിയുടെ നമുക്ക് ലഭിക്കൂ. ഏതായാലും ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിൽ വലിയ വിമർശനം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം മഞ്ചേശ്വരത്ത് തന്നെയാണ്. മഞ്ചേശ്വരത്ത് നമുക്കറിയാം, ആദ്യം ഷാനാസ് പാദൂറിനെയാണ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത്. പിന്നീട് നാടകീയമായാണ് KR ജയാനന്ദനെ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഷാനാസ് പാദൂറിനെ കാസർഗോഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരിഗണിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ KR ജയാനന്ദയുടെ ഈ ഒരു പ്രതികരണം അത് വലിയ തോതിൽ പ്രസക്തമാകുന്നത്. അദ്ദേഹം പറഞ്ഞത് തന്നെ രക്തസാക്ഷിയാക്കി എന്നാണ്. സാധാരണ മഞ്ചേശ്വരത്ത് ഇത്തരത്തിൽ വോട്ടുകൾ മറിക്കുന്ന അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ വോട്ടുകൾ UDF പോകാറുണ്ട്. പക്ഷെ വലിയ തോതിൽ 20,000-ന്റെ വോട്ട് ഒരു ചോർച്ച കുറവ് വന്നത് അതാണ് KR ജയന്തയെ പ്രകോപിപ്പിച്ചതും ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം സെക്രട്ടേറിയറ്റിൽ ഉണ്ടാക്കിയതും. എന്തായാലും ഇന്നും രൂക്ഷ വിമർശനം ഉയരുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് കൂടുതൽ അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ കൂടുതൽ പേർ ഇത്തരത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം ഉണ്ടാകും. ഉദുമയിലും തൃക്കരിപ്പൂരിലും പ്രത്യേകിച്ച് തൃക്കരിപ്പൂരിൽ മണ്ഡലം രൂപീകൃതമായത് മുതൽ തന്നെ ഇടതുമുന്നണി ഭരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം നഷ്ടപ്പെടാനിടയായ സാഹചര്യം കയ്യൂറും ഒക്കെ ഉൾപ്പെടുന്ന, അതായത് പാർട്ടി ഇടത് കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങനെ നഷ്ടപ്പെട്ടത്. അതിൽ ഈ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിത്വം, മധുസൂദന്റെ സ്ഥാനാർത്ഥിത്വം ബാധിച്ചു എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള അംഗങ്ങൾ വ്യക്തമാക്കിയത്. അത് ഏതായാലും വളരെ ഗൗരവമായി തന്നെ എടുക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും പിണറായി വിജയനെതിരെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും രൂക്ഷ വിമർശനം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടായി. അതിൽ കുറച്ചുകൂടി കടന്ന് തമ്പ്രാന്മാർ എന്ന വിശേഷണം അത്തരത്തിൽ ഒരു ആക്ഷേപം ഉന്നയിക്കുന്ന രീതിയിൽ തമ്പ്രാക്കന്മാർ പറയും, അത് അടിയാന്മാർ അനുസരിക്കണമെന്ന തരത്തിലാണ് ഇപ്പോൾ പാർട്ടിയുടെ പോക്ക് എന്നാണ് ഈ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ പറഞ്ഞു വെക്കുന്നതും. അഭിലാഷ്. സ്വയം വിമർശനാത്മകമായി തന്നെ തോൽവി ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ആരോപണങ്ങൾ നേതൃത്വത്തിന് നേരെ ഉയരുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.